ഹായ്, ഇന്ന് നമുക്ക് ഒരു ഇറ്റാലിയൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. സ്പാഗറ്റി ബോളനീസ്. നമ്മുടെ ഇറ്റാലിയൻ റെസിപ്പിയിൽ കുറച്ച് ഇന്ത്യൻ ട്വിസ്റ്റൊക്കെ ഇട്ട് നമുക്കൂടി ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട കുറച്ച് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു ക്യാരറ്റ്, ഒരു സെലറി, കുറച്ച് പാഴ്സ്ലി ലീവ്സ്, പിന്നെ ഒരു വൈറ്റ് ഓണിയൻ, ഇത്രയും സാധനങ്ങൾ കുനുകുനായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ സെലറി അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് വൈറ്റ് ഓണിയൻ അരിയാം. ഇനി നമുക്ക് ക്യാരറ്റ് അരിയാം. അപ്പോൾ നമ്മുടെ സെലറി, വൈറ്റ് ഓണിയൻ, പാഴ്സ്ലി ലീവ്സ്, ക്യാരറ്റ് എല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു സ്പാഗറ്റിയുടെ പാക്കറ്റ് മേടിക്കണം. നമ്മളിപ്പോൾ ബെറില എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഈ സ്പാഗറ്റി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ സ്പാഗറ്റി ഇട്ട് കൊടുക്കാം. അതിങ്ങനെ ഇവിടെ വെന്ത് വരുമ്പോഴത്തേക്കും സോഫ്റ്റ് ആയിക്കോളും. അപ്പം നമ്മളിങ്ങനെ പയ്യെ അകത്തേക്ക് തള്ളി സ്പാഗറ്റി മൊത്തം പാത്രത്തിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സ്പാഗറ്റി കാണുമ്പോൾ നമുക്ക് ഒടിക്കാൻ തോന്നും. ടക്കൊന്നും ഒടിച്ചേക്കരുത്. നമുക്ക് ഇങ്ങനെ തന്നെ ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ സ്പാഗറ്റി മുഴുവൻ ഇപ്പോൾ വെള്ളത്തിനകത്ത് ആയിട്ടുണ്ട്. നമുക്കിതൊരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ ഒരു കടൽ വെള്ളത്തിൻ്റെ അത്രയും ഉപ്പ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഉപ്പിടണം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണോളം വെള്ളത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. വേവിക്കുമ്പോൾ ഒരുപാട് വേവിച്ചെടുക്കരുത്. തമ്മി സ്പാഗറ്റി ഒട്ടാതെ നോക്കണം. അതിനു മുന്നേ നമ്മൾ എടുക്കണം. അപ്പം നമ്മുടെ സ്പാഗറ്റി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമ്മൾ സ്പാഗറ്റി വേവിച്ച വെള്ളം കുറച്ച് 1/2 കപ്പ് മാറ്റി വെക്കണം. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് ഫ്രൈ ആക്കി എടുക്കണ്ട, ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മിൻസ്ഡ് മീറ്റ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് 1/2 കിലോ മിൻസ്ഡ് മീറ്റ് ഉണ്ട്, ബീഫാണ്. നമ്മളിപ്പോൾ ഇതൊരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് ഒറിജിനൽ റെസിപ്പിയിൽ ഉണ്ടാവില്ല. നമുക്ക് ഇന്ത്യൻസിന് കഴിക്കുമ്പോൾ കുറച്ച് നമ്മുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തേ. അതിലേക്ക് 1 ടീസ്പൂൺ ഒരഗാനോ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച സ്റ്റോക്കില്ലേ, നമ്മൾ സ്പാഗറ്റി വേവിച്ച വെള്ളം, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പുറമെ 1 ക്യാൻ ചോപ്പ് ടൊമാറ്റോസ്, ടൊമാറ്റോ പ്യൂരി 1 ക്യാൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1-2 പിടി ഗ്രേറ്റഡ് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേറൊരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ നമ്മുടെ സോസ് സൂപ്പറായി. ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ സ്പാഗറ്റി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാനൊരു അരിപ്പയിലിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആറിച്ച് എടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ സ്പാഗറ്റി. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോസ് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് സ്റ്റെപ്പായിട്ട്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പാർസ്ലി ലീവ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി സ്പാഗറ്റി ബോളനീസ് റെഡി.